ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് പല പല ക്രിയകൾ ചെയ്തിട്ടും ഫലം കിട്ടാത്തവരാണെങ്കിൽ ഒരു അമൂല്യമായിട്ടുള്ള മറ്റൊരു ക്രിയയാണ് ഇത്. എന്താന്ന് വെച്ചാൽ ശത്രുക്കളെ കൊണ്ട് ദുരിതമായിട്ടും ബാധയായിട്ടും പ്രശ്നങ്ങളായിട്ടും വരുമ്പോൾ മാത്രമാണ് ഈ ശത്രുവിനെ നാട് പിടിപ്പിക്കാൻ പറ്റുന്ന ഈ ക്രിയ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ നടക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി മന്ത്രപ്രയോഗങ്ങൾ ചെയ്താൽ സ്വയം നശിക്കും എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു ശത്രുവിനെ നമുക്ക് ഓടിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും ബിസിനസ് പരമായിട്ടും കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നമുക്ക് ഇന്നും ദോഷങ്ങളും ദുരിതങ്ങളുമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ കരകയറ്റം എന്നുള്ളത് തടഞ്ഞു നിൽക്കുന്ന ദോഷമായിട്ട് നിൽക്കുന്ന വ്യക്തികളെ മാറ്റി നമുക്ക് മുന്നേറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് തരത്തിൽ വന്നാലും നമുക്ക് ഇവരെ ഒഴിവാക്കിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള അമൂല്യമായൊരു മന്ത്രപ്രയോഗമാണ് ഈ സംഭവം. കടുകട്ടി ക്രിയയാണ്. പക്ഷേ അങ്ങേയറ്റം എഫക്റ്റീവാണ്. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. ജീവിതം കരപറ്റാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏത് തലയ്ക്കലും മൂലയ്ക്കലും അവിടെ പിന്നിലും മുന്നിലും എല്ലാ ഭാഗത്തു നിന്ന് കുത്തി നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികളെ ചില മാനസികമായിട്ട് സാമ്പത്തികപരമായിട്ട് അതിൽ കുടുംബപരമായിട്ട് ബിസിനസ് പരമായിട്ടൊക്കെ നമുക്ക് ശത്രുത പിന്തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒതുക്കിയേ പറ്റുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണം. നമ്മുടെ വഴി മുന്നോട്ടാണ്. നമുക്ക് ഉയർന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ശത്രുക്കൾ നമുക്കെതിരായിട്ടുണ്ടെങ്കിൽ അവരെ ഒതുക്കാൻ ഈ കളി. കാരണം ചില ബിസിനസിന്റെ തൊട്ടടുത്തിരുന്നിട്ട് നമുക്ക് പാരവയ്ക്കുകയാണെങ്കിൽ അയാൾ അവിടുന്ന് ഓടിക്കണം. കാരണം അയാൾ നമ്മളെ ഓടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അയാളെ ഓടിക്കാനുള്ള മാർഗം നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ അടുത്തും ഇതുപോലെ പല കാര്യങ്ങളും വ്യക്തിപരമായിട്ടും മാനസികമായിട്ടും പിത്തനുണ്ടാക്കുന്ന വീടിന്റെ അടുത്തുള്ള വ്യക്തികളാണെങ്കിൽ അവരെ നമുക്ക് ഇതുകൊണ്ട് ഓടിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓടിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് രക്ഷയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? അവര് സാമ്പത്തികമായിട്ടും മണി പവറിലൊക്കെ അവർ ഉയർന്ന ആൾക്കാർ, അവര് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെ വന്നാൽ നമുക്ക് ഒരു മാർഗമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഈ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ അയാള് ഭ്രാന്തനായിട്ട് നാടുവിടും. അയാൾ കുത്തുവാളെടുത്ത് തെണ്ടി പാതാളായിട്ട് ഒടിഞ്ഞു പോകും. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ വ്യക്തിയുടെ തലയിൽ ഒരു മുടി വേണം. ഒരു മുടി എന്നല്ല, കുറച്ച് ഒരു മുടി കിട്ടാനുള്ള സെറ്റപ്പ് ചെയ്യണം. അത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഓടിപ്പോയി പറിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇയാൾ ഒന്ന് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇയാൾ ആണാണെങ്കിൽ ഇയാളുടെ മുടി വെട്ട് ദിവസം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അടുത്തിരുന്നിട്ടോ എങ്ങനെയെങ്കിലൊക്കെ അയാൾ മുടി സംഘടിപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നെറുകയിൽ നിന്ന് എങ്ങനെയെങ്കിലും അറിയാത്ത രീതിയിൽ പറിപ്പിക്കാൻ പറ്റും. അപ്പം പെണ്ണുങ്ങളാണെച്ചെങ്കിൽ പല തരത്തിലും ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള പല പല മാർഗങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ മുടി ഇഴ വേണം. ഈ മുടി ഇഴ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശ്മശാനത്തിൽ ഇപ്പോൾ വിറകിട്ട് കത്തിച്ചിട്ട് ദഹിപ്പിക്കുന്ന ഈ ശവം ഉണ്ടല്ലോ, ചില ശ്മശാനത്തിൽ എന്ന് പറയും ദഹിപ്പിക്കുന്ന ശവം കത്തുന്ന വിറകിന്റെ ആ ഒരു കൊള്ളി ചെറുതെടുക്കണം. ആ ചെറുതുകൊണ്ട് നമ്മൾ ഒരു കത്തി പോലെ ഇതിന്റെ മേലെ വെച്ച് ചുറ്റണം. ചുറ്റിയിട്ട് നമ്മൾ എന്ത് വേണം? ഈ വിറക്, ഈ മന്ത്രം ഇത് ചൂടാക്കിക്കൊണ്ട് ചൊല്ലണം. ചൊല്ലിയിട്ട് ഈ ചൂടായ സാധനം ചില കത്തി തീർന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഇത് ഇയാളുടെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി കുഴിച്ചിടണം. വീടിന്റെ നടക്കെ കുഴിച്ചിടണം, അല്ലെങ്കിൽ ആ പറമ്പിന്റെ ഉള്ളിൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ ഇയാളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. ഇത് കത്തി വെണ്ണൂറായി കഴിഞ്ഞാൽ ആ വെണ്ണൂറ് വേദനയിലും മതി ഇയാൾ നശിച്ചോടി തവിട് പൊടിയാവും. തവിട് പൊടി ആവേണ്ടത് അയാൾ നമ്മളെ ശല്യമായിട്ട് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ജീവിതത്തിൽ ഇയാളെ കൊണ്ട് തൊഴിലക്കടായിട്ടും കരകയറാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മുടിയും കൈ പിടിച്ച് ഇത് കൊണ്ടുപോയി ചെയ്തിട്ട് നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കരുത് എന്ന് ഞാൻ എടുത്തു പറയണം. അപ്പോൾ ആ ചൊല്ലേണ്ട മന്ത്രം ഇതാണ്: ഓം നമോ രുദ്രായ ദംഷ്ട്രകരാളായ കപിലരൂപായ. ആമുഖം എന്നുള്ളിടത്ത് ആ വ്യക്തിയുടെ പേര് ചേർക്കുക. സപുത്ര പശുബാന്ധവൈ സഹ ഹന ദഹ പജ ശീക്രം ഉച്ചാടയ ഹുംഫട് സ്വാഹ ഢ ഢ. ആ മന്ത്രം, ഈ മന്ത്രം നമ്മൾ ജപിച്ച് കഴിയുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ശത്രുവായിട്ടുള്ള ഇന്ന ആള് നശിച്ചു പോണേ അല്ലെങ്കിൽ നാട് വിട്ടു പോണേന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മളിത് ജപിക്കേണ്ടത്. അത് 1000 വട്ടം ജപിക്കുക. ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. ജപിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്രിയ ചെയ്യേണ്ടത്.
അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ കൈ പ്രയോഗമാണ് ഇതൊക്കെ. അപ്പോൾ അത്രയും ഉപദ്രവം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഈ ശവക്കോട്ടയിൽ നിന്ന് ഈ സംഭവം എടുത്തു കൊണ്ടണ ദിവസം നമ്മൾ ഒന്നെങ്കിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ ചൊവ്വാഴ്ച, ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച, അന്നത്തെ ദിവസമാണ് ഇത് കൊണ്ടേണ്ടത്. അത് കൊടുന്നിട്ട് നമ്മൾ ഭരണി നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, കാർത്തിക നക്ഷത്രം, ആ ദിവസമാണ് ഈ കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ 1008 പ്രാവശ്യമെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. 108ന്റെ മുകളിലേക്ക് ഏറ്റവും വേണം. എത്രയും റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ മന്ത്രം ഏറ്റവും കൂടുതൽ ജപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം മന്ത്രം അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഫലം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. മറ്റൊരാളെ വെറുതെ ദുർവിനിയോഗമായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എടുത്ത് പറയാണ്. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം.